Hello, welcome back to our channel, Aish Arjun. So good morning. It's almost 6:45 in the morning and I've just woken up. ഞാൻ ഒരു വിധത്തിലൊക്കെ എണീറ്റു കാരണം ഒരുപാട് ലേറ്റായി ഇന്നലെ നൈറ്റും കിടന്നുറങ്ങിയപ്പോൾ. ഇതിൻ്റെ പാർട്ട് 1 വ്ളോഗ് കണ്ടവർക്ക് അറിയാം. I am actually in Bangalore for business conference meetings as part of Schneider Electric. അപ്പോൾ അതിനുവേണ്ടി ബാംഗ്ലൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ വന്നതിൻ്റെയും അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് ഓൾറെഡി ഡേ 1 പാർട്ട് 1 വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് ദ ബിസിനസ് കോൺഫറൻസ് ആൻഡ് ഐ എം ഹിയർ ഫോർ 5 days. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. സോ മൺഡേ ടിൽ ഫ്രൈഡേ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ രശ്മിയും കമ്പനി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഈ വീഡിയോ കണ്ടവർക്ക്, പാർട്ട് 1 കാണാതെ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല, കാരണം എനിക്ക് 7:30 7:45 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ എത്തണം. ബിക്കോസ് ബൈ 8:15 വിൽ ഹാവ് ടു ലീവ് ടു ദ ഓഫീസ്, ടു ദ ബാംഗ്ലൂർ ഓഫീസ്. അപ്പോൾ വൈറ്റ് ഫീൽഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, കീസ് ഹോട്ടലിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 30-35 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ബാംഗ്ലൂർ ട്രാഫിക് അറിയാലോ. സോ അപ്പോൾ ഞാൻ വേഗം ബ്രഷ് ചെയ്ത് കുളിച്ച് റെഡി ആയതിനു ശേഷം കാണിക്കാം. ഞാൻ ആക്ച്വലി ഇവിടെ ഹൗസ് കീപ്പിങ്ങിൽ വിളിച്ചിട്ട് ഡെന്റൽ കിറ്റ് വേണമെന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നു 2 എണ്ണം. ഇവിടെ ആക്ച്വലി ഉണ്ടായിരുന്നു, ഈ ഡ്രോയിലായിരുന്നു. ഡ്രോയർ ഞാൻ തുറന്ന് നോക്കിയില്ലായിരുന്നു. സോ ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. എനിക്ക് രാവിലെ നീറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു കോൾഡ് പോലെ ഉണ്ടാവും. ബട്ട് കുഴപ്പമില്ല, ദാറ്റ് വിൽ ബി ഓക്കെ. സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ സ്കിന്നിൽ മോയ്സ്ചറൈസറും ജസ്റ്റ് ആദ്യം റോസ് വാട്ടർ ടോണർ ഇട്ടു, അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ, ദെൻ പിന്നെന്തായിരുന്നു സൺസ്ക്രീൻ, ഇത്ര ഇട്ടു. ഇനി നോർമൽ കുറച്ച് കൺസീലറും കോമ്പാക്ട് പൗഡറും അതൊക്കെയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് കാണിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കാം. മസ്കാര. അപ്പം ഞാൻ അതേ പെട്ടെന്നൊരു ക്യുക്കായിട്ട് റെഡിയായി. ഞാൻ ജസ്റ്റ് എൻ്റെ ഔട്ട്ഫിറ്റും കൂടി ഒന്ന് കാണിക്കാം. എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് ഫോർമൽ ഔട്ട്ഫിറ്റാണ്. ജസ്റ്റ് പ്ലെയിൻ വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് പാൻസ്. ഓക്കെ, ഐ ഷോ ഇൻ ദ മിറർ ആക്ച്വലി. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ അതേ ഞാൻ റെഡി ആയിട്ട് പോവാൻ നിൽക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ എത്തിയിട്ട് കാണാം. രശ്മിനെ വിളിക്കണം. രശ്മിയുടെ ഒരു വിവരമില്ല, രാവിലെ നീറ്റപ്പോൾ തൊട്ട്. അങ്ങനെ നേരം വെളുത്തത് പോലും സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം ഈ റൂമിൻ്റെ അകത്ത് AC ഇട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒരു ഹോൾ ഡേ എനിക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റും ആക്ച്വലി. ഫിറ്റ് ചെക്ക് ഡൺ. ഞാൻ രശ്മി കൂടി ലിഫ്റ്റിലാണ്. രശ്മി ഹായ് പറയൂ. സോ വി ആർ ഹെഡിങ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്. Yeah, I just took like 5 or 10 minutes max. Yeah, evening will get that traffic block. ദിസ് ലുക്സ് ക്യൂട്ട് ആക്ച്വലി. ഞാനിപ്പോൾ അതേ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ്. അപ്പോൾ റൂം ഫുൾ അവർ വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബെഡിൽ ഇതുപോലെ ഒരു സംഭവമൊക്കെ ചെയ്ത് വെച്ചേക്കണം. ക്യൂട്ട്, നൈസ്, എനിക്കിഷ്ടപ്പെട്ടു, കൊള്ളാം. ഞാൻ പോയപ്പോൾ ആകെ മെസ്സി ആയിട്ട് ഇട്ടിട്ട് പോയ റൂമാണ്, ബട്ട് ഐ ലവ്ഡ് ഇറ്റ്.
താങ്ക് യു കീസ് ഹോട്ടൽ. കൊള്ളാം. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ഇന്നത്തെ കോക്ടെയിൽ പാർട്ടിക്ക് പോവാണ്. കോക്ടെയിൽ പാർട്ടിക്ക് എക്സൈറ്റഡ് ആണോ? പിന്നെ അതെ, രശ്മി നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല, ബിക്കോസ് ഐ ഡോണ്ട് ഡ്രിങ്ക്. നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് കാണിക്കാം. 1 week apart, and Rishmi has joined here in National Sales as management trainee MD. She has completed her BTech, her BTech, yes, of course, she has completed her BTech in Electrical and Electronics Engineering. Post that, she was working in Cybersecurity Department in TCS. And then she took her MBA from IIS Hyderabad. And as part of the campus placement, she's here at Schneider as MD. So, her native was Kollam, which is a district in Kerala. The exact place name wrote down is Karnagapalli in Kollam. She's married and her spouse name is Rahul. She was telling me not to mention that, but I have to. Yeah. And she's happily married for 3 years now. I have also met her husband as well. Then what else? Yeah, so that's it. Please, claps. Thank you. Thank you, Aishwarya, for that awesome introduction. That's a first for me. Okay, so my pair here is my friend Aishwarya Krishna Mahi Balu, a strong name like her strong personality. So she joined Schneider on May 12th. Like she just mentioned, I joined a week prior to her, May 5th. That's her birthday also, so my joining date is her birthday. So about Aishwarya, she's from Thrissur district in Kerala, particularly Irnalakuda, Thrissur. And she has done her mechanical engineering, and post that she has been working for long 6 years in the sales department in companies like Byju's and all. And prior to joining Schneider, she had been working in Apollo Towers. And yeah, she is also happily married. Her husband's name is Arjun. I also got to meet Arjun. You know each other? Yeah, we already. Yeah. So we both are from the National Sales in Cochin office, Kerala. Yeah. And we fly together. Yeah. Thank you. നമ്മുടെ കമ്പനി ഓർഗനൈസ് ചെയ്ത കോക്ടെയിൽ പാർട്ടി ആയതുകൊണ്ട് തന്നെ കോമൺ കൈൻഡ് ഓഫ് കുറച്ച് ഫുഡിൻ്റെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നു, പരിചയപ്പെടുന്നു. കാരണം ഇന്ത്യയിൽ നിന്നും പല സ്റ്റേറ്റിൽ നിന്നും പല കൾച്ചേഴ്സിലും പല ഏജ് ഗ്രൂപ്പുള്ള എല്ലാ ആൾക്കാരും ഒത്തുചേർന്ന ഒരു പരിപാടി. ഇവിടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാനും രശ്മി കൂടി റൂമിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു അല്ലേ രശ്മി? അതെ, അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു, എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമ്മൾ റൂമിലെത്തി കിടന്നുറങ്ങും. നാളെയും സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ഫ്രൈഡേ വരെ ഉള്ളത് ജസ്റ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിന്നറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നാളെ രാവിലെ എണീറ്റിട്ട് കാണാം. ഹലോ, സോ ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ് ഓഫ് ദ കോൺഫറൻസ് അറ്റ് ബാംഗ്ലൂർ. അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റ് റെഡിയതിന് ശേഷം കാണിക്കാമെന്ന് വെച്ചു. രശ്മി ഈസ് ഓൾസോ ഹിയർ. ഞങ്ങളിതേപ്പോൾ ലിഫ്റ്റ് എടുത്തിട്ട് വി ആർ ഗോയിങ് ടു ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളൊന്ന് ട്വിന്നിങ് ആണോ? ചെറുതായിട്ട്, കൈൻഡ് ഓഫ്. പക്ഷെ എൻ്റെ ഡാർക്ക് ബ്ലൂ ആണ്, രശ്മിയുടെ ബ്ലാക്ക് ആണ്. അതെ, ഞങ്ങൾ ലേറ്റ് ആയാ? ഇറ്റ്സ് ഓക്കെ. പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ ശരി, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ കാണിച്ചു. സെയിം സാധനം കാണിച്ചിട്ട് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ബട്ട് നോക്കട്ടെ. അപ്പോൾ ഇന്നും സെയിം തന്നെ, മോർണിംഗ് ടു ഈവനിങ്. എനിക്കൊന്നും വ്ളോഗ് കാണിക്കാനോ കാര്യങ്ങളോ പറ്റില്ല. ജസ്റ്റ് ഫുഡ് കഴിക്കുന്നൊക്കെയാണ് എനിക്ക് കാണിക്കാനായിട്ടുള്ള ഓപ്ഷനുള്ളൂ. പക്ഷെ അത് സെയിം റിപ്പീറ്റേറ്റീവായി പോവും. ഞാൻ ജസ്റ്റ് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാം. ഇന്നൊരു നോർമൽ ബ്ലൂ ജീൻസ് ആൻഡ് ബ്ലൂ ഷർട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഹോട്ടലിൽ തന്നെയാണ് നമുക്ക് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഞാൻ ഓൾറെഡി ഹോട്ടൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീസ് വൈറ്റ് ഫീൽഡ്. ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ഹോട്ട് മിൽക്കും സെർലസും കാര്യങ്ങളൊക്കെ എടുത്തത്, കുറച്ച് നട്ട്സും, ദെൻ ഒരു പനീർ പറാഠ, സാൻഡ്വിച്ച്, പിന്നെ കുറച്ച് സോട്ടഡ് വെജീസ്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രശ്മി ഈസ് ഫുൾ ഓഫ്
സോസേജസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്. കഴിച്ചോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ മീറ്റിംഗ്സിനിടയിൽ ഓഫീസിലെത്തി. നമുക്ക് എവന്യ ക്യാമ്പസിലാണ് ഓഫീസ് വരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഓഫീസ് വരുന്നത്. നമുക്കൊരു 15-20 മിനിറ്റ്സേ മാക്സിമം ട്രാവൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എവന്യ ക്യാമ്പസിൻ്റെ അകത്താണ് ഓഫീസ് വരുന്നത്. നമ്മുടെ ഹെഡ് ഓഫീസ് ആക്ച്വലി ഗുർഗാവണാണ്, ഡൽഹി. ഇത് നമ്മുടെ റീജിയണൽ ഓഫീസാണ്, ബട്ട് ഇറ്റ്സ് ടു ബിഗ്. It's tea time. I'm having green tea. അങ്ങനെ ദേ തിരിച്ച് റൂമിലെത്തി. അപ്പം നമ്മൾ ഓഫീസിൽ നിന്ന് തിരിച്ചിപ്പോൾ അവിടെ ഹോട്ടൽ റൂമിലെത്തി. ഇപ്പോൾ ഒരു 7 മണിയായി. ഇപ്പം സമയം ഒരു 7 o'clock ആയി. അങ്ങനെ പിന്നത്തെ ഡേനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കാണിക്കാൻ പറ്റുന്നതൊക്കെ ബ്രേക്ക് ടൈമിലുള്ളത് ഞാൻ കാണിച്ചായിരുന്നു. അങ്ങനെ ഇന്നെന്താ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. ഇന്നലെ ഈ പറഞ്ഞ പോലെ കോക്ടെയിൽ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതും പക്ഷേ എനിക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കാൻ പോവും. ഡിന്നർ ഏകദേശം ഒരു 9 ആകുമ്പോൾ ഞാനും രശ്മിയും കൂടി ഡിന്നർ കഴിക്കാൻ പോവും. അപ്പം ഞാൻ വേണമെങ്കിൽ അതൊന്ന് കാണിക്കാം. അങ്ങനെ സെയിം റിപ്പീറ്റാണ് വെനസ്ഡേ, നാളെയും വരുന്നത്, തേഴ്സ്ഡേ, ഫ്രൈഡേ. അങ്ങനെ ഫ്രൈഡേ ഞങ്ങൾ തിരിച്ചിവിടുന്ന് പോകുന്നത് ഫ്ലൈറ്റിൽ എയർ ഇന്ത്യയിലാണ്. എനിക്കതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്, ചെറിയൊരു ടെൻഷൻ. കുഴപ്പമൊന്നുമില്ല, ബട്ട് എന്നാൽ പോലും ഇപ്പോഴും ഞാൻ ഇന്നൊരു ന്യൂസ് കണ്ടു. എയർ ഇന്ത്യയുടെ ഏതോ കൊൽക്കത്തയ്ക്ക് എന്തോ പോകാനിരുന്നൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ടേക്ക് ഓഫ് ചെയ്തില്ല. ടേക്ക് ഓഫ് ചെയ്യാതെ എത്രയോ 5 or 6 hours ഒക്കെ റൺവേയിൽ തന്നെ ഇട്ടിരുന്നു. എന്നിട്ട് എയർ ഇന്ത്യ അവർ വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു പാസഞ്ചേഴ്സിനൊന്നൊരു ന്യൂസ് ഞാൻ കണ്ടു. അവരുടെ എല്ലാ ഫ്ലൈറ്റിലും ടെക്നിക്കൽ ഇഷ്യൂസാണ്. അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ ഇൻഡിഗോ കിട്ടിയില്ല. ഇൻഡിഗോ ആ ടൈമിന് ഉണ്ടായിരുന്നില്ല. 9 o'clock നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇൻഡിഗോ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ലേറ്റായിട്ടും അതിന് മുന്നൊക്കെയായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ ട്രാഫിക് അറിയാമല്ലോ, ബാംഗ്ലൂർ ട്രാഫിക്കിൽ നമ്മൾ എന്തായാലും സമയത്തിന് എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 9 o'clock എടുത്തത്, കുറച്ച് ഒരുപാട് ലേറ്റ് നൈറ്റും അല്ല നേരത്തെ അല്ലാത്ത രീതിയിൽ. അപ്പോൾ എയർ ഇന്ത്യ മാത്രമേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് അത് ബുക്ക് ചെയ്തേ. അങ്ങനെ പിന്നെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നപ്പോൾ തന്നെ പീരീഡ്സായി. അങ്ങനെ എനിക്ക് വയറുവേദന പ്രശ്നം. അങ്ങനെ എവിടെയും പോകാൻ, സത്യം പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോകണം, ഒന്ന് വ്ളോഗ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ എന്തായാലും ഇന്നലെ ഇന്നൊക്കെ എനിക്ക് വയ്യായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നായിരുന്നു, പീരീഡ്സും കൂടി ആയതുകൊണ്ട്. അപ്പോൾ നാളെയോ മറ്റന്നാളെ ഞാൻ മേ ബി ചിലപ്പോൾ. പിന്നെ എൻ്റെ ഫ്രണ്ട് രുചി ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അർജുട്ടൻ വിളിക്കുന്നതാണ് കേട്ടോ വീഡിയോ കോളിൽ. അർജുട്ടൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് രുചി ഇവിടെ ഉണ്ട്. അപ്പോൾ രുചീനെ ഒന്ന് ഞാൻ മീറ്റ് ചെയ്യും. രുചീനെ എൻ്റെ മുന്നത്തെ വ്ളോഗ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദാ അർജുട്ടൻ എൻ്റെ വ്ളോഗിൽ. സേ ഹായ്, ദിസ് ഈസ് മൈ വ്ളോഗ്, സേ ഹായ്. ഹായ് പറയാൻ. എൻ്റെ ഈ വ്ളോഗിൽ അർജുട്ടൻ ഇല്ലല്ലോ ത്രൂ ഔട്ട്. ആകെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ മാത്രം വന്നുള്ളൂ. പിന്നെ ത്രൂ ഔട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ ഈ വ്ളോഗില്. അർജുട്ടൻ വന്നില്ലല്ലോ. യു ആർ ബിസി വിത്ത് യുവർ വർക്ക് അല്ലേ? യു ആർ ബിസി വിത്ത് യുവർ വർക്ക്, യുവർ ഓഫീസ്. പിന്നെ എങ്ങനെ വരും? ഞാൻ കൊണ്ടുപോകാത്തല്ല, എൻ്റെ കൂടെ വരാത്തതാ. സത്യം ഞാൻ പറഞ്ഞില്ലേ വ്ളോഗിന്റെ സ്റ്റാർട്ടിങ്, ഞാൻ അർജുട്ടനായിട്ട് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ട്രാവൽ ചെയ്തിട്ടോ പോയിട്ടോ നിന്നിട്ടോ ഒന്നുമില്ല. ദിസ് ഇസ് ദ അല്ലേ ഏറ്റവും ലോങ്ങസ്റ്റ് ഞങ്ങളെ വിട്ട് നിൽക്കുന്ന ഒരു സമയം ഇതാണ്. വ്ളോഗ് എടുത്തോണ്ടിരിക്കല്ലേ, അതല്ലേ പറഞ്ഞ വ്ളോഗാ അതെന്റെ. ഞാൻ വ്ളോഗ് ഇന്നത്തെ എൻഡ് ചെയ്തില്ല. അപ്പൊ ഞാനിങ്ങനെ റൂമിലെത്തി, ഒന്നും കാണിക്കാനില്ലല്ലോ അർജുട്ടാ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ നാളെ രാവിലെ ഞാൻ ഒന്ന് എൻഡ് ചെയ്തോട്ടെ. അപ്പൊ നാളെ രാവിലെ അല്ല, ഞാൻ ഡിന്നർ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സെയിം, ഒന്നും വ്യത്യാസമൊന്നും ഇല്ല, ഇന്നലെ നിങ്ങൾ കണ്ടതൊക്കെ തന്നെ. ബട്ട് സ്റ്റിൽ പിന്നെ നാളെ രാവിലെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം നാളെ രാവിലത്തെ ഞാൻ കാണിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.
ഡീറ്റെയിലായിട്ട് എന്താണ് ഡിന്നർ എന്ന് കാണിച്ചാട്ടോ. നമുക്ക് കുറച്ച് ഫ്രൈഡ് പപ്പട ഐറ്റംസ്, പിന്നെ നമുക്കിത് അവിടെ സൂപ്പ് ഉണ്ട്, ദെൻ ലസൂനി മുറുക്ക്, അതുപോലെ ലോലിപോപ്പ് ബിരിയാണി. ഈ സൈഡിലാണെങ്കിൽ കുറച്ച് സാലഡ്സ് എല്ലാം ഉണ്ട്, വെജീസ് സാലഡ്സ്. ദെൻ പഞ്ചാബി ചിക്കൻ കറി, വി ഹാവ് സം എഗ് മസാല. പിന്നെ നമുക്ക് വെജ് ഐറ്റംസ് ആണ്, ചില്ലി പനീർ, ലുക്സ് യമ്മി, പനീർ മഖാനി, ദെൻ ലസുനി ദാൽ ധട്ക. ദാലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ജീര പുലാവ്. ദെൻ നമുക്കിവിടെ സിംഗപ്പൂർ നൂഡിൽസ്. ഇത് കണ്ടപ്പോൾ ഞാൻ അർജുൻ്റെ അമ്മൂമ്മേനെ ഓർത്തു, ഹോട്ട് ഗാർലിക് സോസസ്. ബിക്കോസ് അമ്മൂമ്മേനെ ഓർക്കാൻ കാരണം അമ്മൂമ്മ സിംഗപ്പൂർ ബേസ്ഡ് ആണ്, അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗപ്പൂർ ഡിഷസ്. പിന്നെ ഇവിടെ കുറച്ച് ഡെസേർട്സ് ഒക്കെ ഉണ്ട്, രസഗുളയും പിന്നെ ക്രീം ചം പാസ്ട്രി എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഡിന്നർ വരുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വൈറ്റ് ഫീൽഡിൽ വന്ന് സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ കീസ് വൈറ്റ് ഫീൽഡ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ആൻഡ് സോറി, ഇത് കാണിക്കാൻ മറന്നു കേട്ടോ, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. പൈനാപ്പിൾ, പപ്പായ, വാട്ടർമെലൺ, കേർഡ് എല്ലാം ഉണ്ട്. യെസ്. അപ്പം ഞാൻ കുറച്ച് സിംഗപ്പൂർ നൂഡിൽസും പിന്നെ കുറച്ച് ചിക്കനും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ പോകെ എടുക്കും. രശ്മീസ് ഹിയർ. കുറച്ച് സാലഡും കൂടി എടുത്തു കേട്ടോ, കുറച്ച് വെജീസും അതുപോലെ കുറച്ച് സാലഡും കൂടി ഞാൻ എടുത്തിട്ട് വന്നു. ഇതിനിടയിൽ പോയി എടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇനി കഴിക്കാം. Morning. But this is the third day. Hello, Rashmi. Yeah, third. Sorry. So no issues. No issues. Take a picture and then No, it's not a picture. So you please. Okay. So as usual, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലോട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര മണി? 8:20 ആയി. വിൽ ഹാവ് ടു ലീവ് ബൈ 8:30 or 8:35. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ ഹോട്ട് മിൽക്ക്, നമ്മുടെ സെർലസ്, ഡേറ്റ്സ്, നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ളതും ബോയിൽഡ് വെജിറ്റബിൾസ്, ആലു പറാഠയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ട് കാണിക്കാം. അപ്പോൾ അതെ, ഞാനിന്നും രശ്മി കൂടി, ഇന്ന് നമ്മുടെ തേർഡ് ഡേ അല്ലേ? യെസ്, തേർഡ് ഡേ ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, രാവിലെ ഇറങ്ങിപ്പോയത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അതേ രാത്രി 9 മണിയായി, 9 o'clock ആയി. വി ആർ ഗോയിങ് ടു ഹാവ് അവർ ഡിന്നർ. സത്യം പറഞ്ഞാൽ വിശപ്പ് എനിക്കില്ല, സ്നാക്സ് കഴിച്ചായിരുന്നു. വിശക്കുണ്ടോ? എനിക്കുണ്ട്, ഞാൻ സ്നാക്സ് കഴിച്ചില്ല. അപ്പം ഞങ്ങളിത് ഇന്നാണ് ഞങ്ങളൊന്ന് ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് മാറുന്നത്, ഓഫീസിലുള്ള ഔട്ട്ഫിറ്റൊക്കെ മാറി ഒരു പ്രോപ്പർ നൈറ്റ് വെയറിലൊക്കെ ഒന്ന് കഴിക്കാൻ പോകുന്ന ഡിന്നർ. യെസ്. For naan, butter naan. Just close down. Okay. And South Indian dessert is just good. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 4th ഡേ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിസിനസ് കോൺഫറൻസിൻ്റെ ഏകദേശം ഒരു എൻഡിങ്ങിലോട്ട് എത്തി. നാളെയാണ് ലാസ്റ്റ് ഡേ. ഇന്നലെ എനിക്ക് ഷൂട്ട് ചെയ്യാനും ബൈ പറയാനൊന്നും പറ്റിയില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെ റൂമിൽ വന്ന് കിടന്നു. എന്നുവെച്ചാൽ ഒരുപാട് ലേറ്റായി. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വർത്താനം പറഞ്ഞിരുന്നു, ഒരുപാട് ലേറ്റായി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫോമൽ സ്യൂട്ട് സ്കേർട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുൾ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കാം. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്.
മേക്കപ്പ് ഇസ് ഡൺ. അപ്പോൾ ഞാൻ അതേപോലെ രശ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. രശ്മി ഒരു 5 more minutes എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ പോവും. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലോട്ടാട്ടോ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വിൽ ഗോ ടു ദ ഓഫീസ്. No. How will the bus leave? Which is the main problematic zone or domain of this. Now going to the third most the last one. Here we are monitoring and controlling all the different aspects of this. So I'm having some fish biryani, egg roast, chicken and corn salad. ഹലോ. അപ്പോൾ അങ്ങനെ അത് ലാസ്റ്റ് ഡേ 5th ഡേ ഫ്രൈഡേ ആണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായിട്ടോ, രാവിലെ 8 മണിയായി. അപ്പോൾ ഞാൻ അതേ കുളിച്ച് റെഡിയൊക്കെ ആയി. ഇന്നൊരു സോളിഡ് കളർ റെഡ് ഷർട്ടും ഒരു ജീൻസുമാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാറായി. ചെക്കൗട്ട് ചെയ്ത് വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഓഫീസിലെത്തണം. അങ്ങനെ ഇന്നാണ് ഫ്ലൈറ്റ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതുവരെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെയൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എയർ ഇന്ത്യയുടെ എന്തെങ്കിലും വെബ്സൈറ്റിൽ ഇഷ്യൂ ചെയ്യണോ എന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ഇന്നൊന്നുകൂടി നോക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ താഴെ എത്തി ചെക്കൗട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ റൂമിനും അതുപോലെ തന്നെ 5 ദിവസം നിന്ന ഈ ഒരു സ്പെഷ്യൽ സ്ഥലത്തിനോടും താങ്ക് യു. ഹോപ്പ് ഐ കം ടു ദിസ് പ്ലേസ് അഗെയിൻ. താങ്ക് യു കീസ് ഹോട്ടൽ വൈറ്റ്ഫീൽഡ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഞാൻ ട്രോളിയും ബാഗൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വ്ളോഗ് ഇവിടെ നിന്ന് റൂമിൽ നിന്ന് പോകുന്നതിന് മുൻപ് എടുക്കാമെന്ന് വെച്ചു. യെസ്, ബൈ, സീ യു. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റും കൂടി ഞാനൊന്ന് കാണിക്കും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ലെറ്റ്സ് ഗോ. സോ നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ലെറ്റ്സ് ഹാവ്. So now we are heading back to the airport. അങ്ങനെ എയർപോർട്ടിലെത്തി. ബാംഗ്ലൂർ എയർപോർട്ടിൽ ടെർമിനൽ 2 ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ടെർമിനൽ 2 എന്ന് പറയുമ്പോൾ ദ ബെസ്റ്റ് ടെർമിനൽ, ലൈക്ക് ഇൻ്റർനാഷണൽ ലെവൽ ഒരു എക്സ്പീരിയൻസ് തരുന്ന ടൈപ്പ് ടെർമിനൽ. നമുക്ക് ഇപ്പോൾ സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലാണ് നമ്മുടെ ടെർമിനൽ 2. ഐ ഹോപ്പ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഞാൻ കാണിക്കാം, സെപ്പറേറ്റ് ബാക്ക് ക്യാം യൂസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ടെർമിനൽ 2 ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ ഒരുപാട് റീൽസിലും വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ലൈക്ക് അടിപൊളിയാണ് ടെർമിനൽ 2. അതുപോലെ തന്നെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്ലൈറ്റ് 9:05 കറക്റ്റ്. അപ്പോൾ ഇനി പോയിട്ട് വേണം ഫ്ലൈറ്റ് ഡിലേ ഒക്കെ ഉണ്ടോ നോക്കാൻ. ബിക്കോസ് എയർ ഇന്ത്യ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ചെക്ക് ഇനൊക്കെ ചെയ്തിട്ട്, ചെക്ക് ഇൻ ഓൾറെഡി ഞാൻ ചെയ്തു, വെബ് ചെക്ക് ഇൻ, ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. Such a beautiful airport. I mean, ഇവിടെ ഒരു കുഞ്ഞ് വാട്ടർഫോൾ അടക്കം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൽ. കൊള്ളാം, നൈസ്. जैकेट को सिर के ऊपर से पहने और इसकी बेल्ट को कमर पर बांध लें। लाइफ जैकेट को लाल टॉवेल खींच योर सेफ्टी प्लीज कीप योर सीट അങ്ങനെ കൊച്ചി എത്തി. ഇവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം മഴയാണ് കണ്ടത്. പുറത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ലഗേജും കളക്ട് ചെയ്തു. അപ്പോൾ ക്യാബ് വെയിറ്റിംഗ് ആണ്.
ഓഫീസിൽ തന്നെ ഉള്ള ക്യാബാണ്. അപ്പോൾ നമുക്ക് ഫുൾ ട്രാവൽ കാര്യങ്ങൾ, അതിപ്പോൾ നമുക്ക് ക്യാബാണെങ്കിലും അതുപോലെ ഫ്ലൈറ്റ്, സ്റ്റേ, ഫുഡ് എല്ലാം കമ്പനി തന്നെയായിരുന്നു. കമ്പനി റിലേറ്റഡ് ആയിട്ട് പോയതുകൊണ്ട് എല്ലാം അവർ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, എല്ലാ എക്സ്പെൻസും. അപ്പോൾ അങ്ങനെ ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. ഇപ്പോൾ സമയം 10:30 ആയി. കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. ഫ്ലൈറ്റൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ കുറച്ച് ടർബുലൻസ് എക്സ്പീരിയൻസ് ചെയ്തു. അത് പിന്നെ ക്ലൈമറ്റിൻ്റെയാണ്. അത്യാവശ്യം നല്ല ടർബുലൻസ് ഉണ്ടായിരുന്നു. മേ ബി മഴയും ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കും. രശ്മി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ വീടെത്തി. അങ്ങനെ അർജുൻ്റെ അടുത്ത് ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, നോക്കട്ടെ, വ്ളോഗാണേ. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര നാളും ഞാൻ ഇല്ലാതെ? അടിപൊളിയായിരുന്നു. എന്റെ ലഗേജ് എടുക്കോ? I am back. I am back. I'm back. I am back after 1 week. To disturb you, I am back again. അപ്പോൾ ഞാൻ വ്ളോഗ് തുടങ്ങുന്നത്, ബാംഗ്ലൂർ വ്ളോഗ് തുടങ്ങുന്ന അർജുനെ വെച്ചിട്ടാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അർജുൻ്റെ കൂടെയാണ്. നമ്മുടെ തുടക്കം തൊട്ട് അവസാനം വരെയൊക്കെ വ്ളോഗ് കാണുന്നവർ മീൻസ് എ ലോട്ട് ടു മീ, സീരിയസ്ലി. അപ്പോൾ ഇനിയും ആ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് എ ലോട്ട്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.